ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഒരു പെൺകുട്ടി ഒരു പുരുഷനെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ അവളുടെ ഉള്ളിൽ അവൻ്റെ ചില കാര്യങ്ങളോട് വെറുപ്പും ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിൽ സ്ത്രീകൾ പുരുഷന്മാരിൽ വെറുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കമ്പയറിംഗ് ആണ്. ഒട്ടുമിക്ക പുരുഷന്മാരും അറിയാതെയാണെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ പാർട്ട്ണറിനെ മറ്റുള്ള സ്ത്രീകളുമായിട്ട് കമ്പയർ ചെയ്യും. അതിപ്പോൾ ഓൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആകാം, അല്ലെങ്കിൽ നെയ്ബേഴ്സ് ആകാം, റിലേറ്റീവ്സ് ആകാം, ആരുമല്ലെങ്കിൽ ഈവൻ ആ ഒരു വ്യക്തിയുടെ മദറുമായിട്ടായിരിക്കും. നീ അവരെയൊക്കെ കണ്ടുപഠിക്ക്, അവരിങ്ങനെയാണ് അങ്ങനെയാണ് തുടങ്ങി കുറേ അധികം കമ്പാരിസൺ നടത്തുന്ന പുരുഷന്മാരുമുണ്ട്. എല്ലാവരും സ്വന്തം പാർട്ട്ണറിനെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും എന്നല്ല പറയുന്നത്. എന്നിരുന്നാലും ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന ആളുകളുമുണ്ട്. നിങ്ങൾ ആ ഒരു പെൺകുട്ടീനെ മറ്റുള്ള സ്ത്രീകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവളുടെ ഉള്ളിൽ നിങ്ങളോട് ഒരു ദേഷ്യമായിരിക്കും ഉണ്ടാവത്തുള്ളൂ. ചിലരൊക്കെ അത് തുറന്നു പറയും, എന്നാൽ മറ്റു ചിലർ അത് ഉള്ളിൽ കൊണ്ട് നടക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ മറ്റുള്ള സ്ത്രീകളുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. എല്ലാവരും ഡിഫറെൻ്റ് ആണ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഇത് ഒട്ടുമിക്ക എല്ലാ ബോയ്സിലും ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. വളരെ റെയർ ആയിട്ടുള്ള പുരുഷന്മാർക്ക് മാത്രം ഉണ്ടാവുന്ന ഒരു അസുഖമാണെന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ. വേറെ ഒന്നുമല്ല, സ്വന്തം പാർട്ട്ണറിനെ അല്ലെങ്കിൽ സ്വന്തം പെൺകുട്ടീനെ സംശയം. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ തന്നെ ഡൗട്ടായിരിക്കും. ആ ഒരു പെൺകുട്ടി ഏതെങ്കിലും ഒരു പുരുഷനോടൊന്ന് സംസാരിച്ചാൽ മതി, പിന്നെ ഫുള്ള് വഴക്കുണ്ടാക്കും, പിണങ്ങും, മിണ്ടാതിരിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. ആ ഒരു പെൺകുട്ടിക്ക് ആരോടും സംസാരിക്കാൻ ഒരു ഫ്രീഡം കൊടുക്കത്തില്ല. അഥവാ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടീനെയും ആ ഒരു പുരുഷനെ വെച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കും. ഇങ്ങനത്തെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ ആ ഒരു പെൺകുട്ടീനെ നല്ല രീതിയിൽ ട്രസ്റ്റ് ചെയ്യുക. ഡൗട്ടുള്ളിടത്ത് അല്ലെങ്കിൽ ഇങ്ങനെ സംശയരോഗങ്ങളൊക്കെ ഉള്ളിടത്ത് ഒരിക്കലും നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നല്ല ഒരു ബന്ധം നിങ്ങൾക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ വിശ്വസിക്കുക. ഇങ്ങനെ വിശ്വസിക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ആരും നിങ്ങളുടെ പാർട്ട്ണറെ ചതിക്കാതിരിക്കുക. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് സീരിയസ് ഫേസ് ആണ്. അതായത് ചില പുരുഷന്മാരുണ്ട്, അവരുടെ ആ ഒരു പെൺകുട്ടി എന്തെങ്കിലുമൊക്കെ ഒരു തമാശ പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഫേസ് ഇങ്ങനെ വീർപ്പിച്ച് വെക്കും. അതായത് പാറ പോലെ ഇങ്ങനെ ഉറച്ചു നിൽക്കും, ചിരിക്കത്തൊന്നുമില്ല. എത്ര തമാശ കേട്ടാലും ചിരിക്കാത്ത വ്യക്തികളുമുണ്ട്. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ആവരുത്. ആ ഒരു പെൺകുട്ടി എന്തെങ്കിലും തമാശകളും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ചിരിക്കുക, അല്ലാതെ കടന്നൽ കുത്തിയതുപോലെ മുഖം ഇങ്ങനെ എപ്പോഴും വീർപ്പിച്ച് വെക്കാതിരിക്കുക. ഇതാണ് തേർഡ് പോയിന്റ്. ഇനി നാലാമതായിട്ട് എല്ലാ സ്ത്രീകളും പുരുഷന്മാരിൽ വെറുക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതാണ്. അതായത് ചില പുരുഷന്മാരുണ്ട്, റിലേഷൻഷിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് രാത്രി 3 മണി വരെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. എന്നാൽ ഈ ഒരു പെൺകുട്ടി സ്വന്തമായി എന്നുള്ളൊരു തോന്നലുണ്ടായാൽ ഈ ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ വിളിക്കലും അല്ലെങ്കിൽ മെസ്സേജ് അയക്കലും ഇതൊക്കെ അങ്ങോട്ട് കുറയും. നിങ്ങൾ ഒരിക്കലും ഇതേപോലെ ചെയ്യരുത്. അതായത് ഒരു റിലേഷൻഷിപ്പിൻ്റെ ബേസ് എന്ന് പറയുന്നത് ട്രസ്റ്റ് പ്ലസ് കമ്മ്യൂണിക്കേഷനാണ്. എപ്പോഴും ആ ഒരു പെൺകുട്ടീനെ വിശ്വസിക്കുക, അതേപോലെ തന്നെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ കുറേ അധികം ആളുകളും ചിന്തിക്കുന്നൊരു കാര്യമായിരിക്കും, ഞാൻ ജോലി തിരക്കിലല്ലേ, അതുകൊണ്ടല്ലേ സംസാരിക്കാത്തേ, ഞാൻ ഈ ജോലി ചെയ്യുന്നതൊക്കെ അവൾക്ക് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ. എല്ലാവർക്കും എല്ലാവരുടേതുമായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ജോലി തിരക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ
ഈവനിങ് കുറച്ച് ടൈം ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും ഡെയിലി ആ ഒരു പെൺകുട്ടിയുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണെങ്കിലും ടൈം കണ്ടെത്തിയിരിക്കണം. ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് എല്ലാ സ്ത്രീകളും നിങ്ങൾ പുരുഷന്മാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സംസാരിക്കാതെ ആകുമ്പോഴത്തേക്കും ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഒരു വെറുപ്പായിരിക്കും ഉണ്ടാവത്തുള്ളൂ. പയ്യെ പയ്യെ ഈ വെറുപ്പൊക്കെ കൂടിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകാനുള്ളൊരു ചാൻസും ഭയങ്കര കൂടുതലാണ്. ഇതാണ് 4th പോയിന്റ്. ഇനി 5th പോയിന്റ് എന്ന് പറയുന്നത് വൃത്തിയില്ലായ്മയാണ്. ഒരു പെൺകുട്ടി ഒരു പുരുഷനെ ഇഷ്ടപ്പെടുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ഫുള്ള് പേഴ്സണൽ ഹൈജീൻ തൊട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. അതായത് തല മുതൽ കാൽ വരെ ആ ഒരു പെൺകുട്ടി നോക്കും. അതുകൊണ്ട് എപ്പോഴും ഒരു പേഴ്സണൽ ഹൈജീൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. വൃത്തിയില്ലായ്മ എന്നുള്ളൊരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാക്കാതിരിക്കുക. ഇങ്ങനെ വൃത്തിയില്ലാത്ത പുരുഷന്മാരോട് പൊതുവെ സ്ത്രീകൾക്കൊക്കെ തന്നെ ഒരു വെറുപ്പാകും ഉണ്ടാവുക. ഇതാണ് 5th പോയിന്റ്. ഇനി 6th പോയിന്റ് എന്ന് പറയുന്നത് ഇത് ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. വേറെ ഒന്നുമല്ല, ഡിസിഷൻ മേക്കിംഗ് ആണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു തീരുമാനം എടുക്കുകയാണ്. ഇങ്ങനെയൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപായിട്ട് അതിനെക്കുറിച്ചിട്ടുള്ളൊരു ഒപ്പീനിയൻ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിയോട് ചോദിക്കുക. ചില വ്യക്തികളുണ്ട്, എല്ലാ തീരുമാനങ്ങളും എടുത്ത് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ലാസ്റ്റ് ഈ ഒരു പെൺകുട്ടിയോട് പറയുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു ഇന്ന്, എന്താണ് നിൻ്റെ അഭിപ്രായം, എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഒപ്പീനിയൻ ചോദിക്കുക. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ആ ഒരു പെൺകുട്ടി നിങ്ങൾ ചെയ്തൊരു കാര്യത്തിന് പുകഴ്ത്തിയൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ അവളുടെ ഉള്ളിൽ ഉണ്ടാകും, എന്നോട് ചോദിക്കാതെയാണല്ലോ ചെയ്തത് എന്ന്. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഈവൻ നിങ്ങളൊരു ഷർട്ട് എടുക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് 2 ഷർട്ട് ഇഷ്ടപ്പെട്ടു. ഈ 2 ഷർട്ടിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ ആ ഒരു പെൺകുട്ടിക്ക് അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ഓളോട് ചോദിക്കും, ഇതിൽ ഞാൻ ഏതാണ് എടുക്കേണ്ടത്. ആ ഒരു പെൺകുട്ടി ആ 2 ഷർട്ടും നല്ല രീതിയിൽ നോക്കിയിട്ട് ഒരെണ്ണം പറയും. എന്നാൽ നിങ്ങൾ എടുക്കുന്നത് ആ ഒരു പെൺകുട്ടി പറയാത്ത ഷർട്ടായിരിക്കും. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം മതി ആ ഒരു പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ടത് ഫീലാകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപായിട്ട് ഓളുടെ ഒപ്പീനിയൻ എന്താണോ അതുകൂടി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതാണ് 6th പോയിന്റ്. ഇനി 7th പോയിന്റ് എന്ന് പറയുന്നത് ഇതും കമ്മ്യൂണിക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തൊരു പോയിന്റ് തന്നെയാണ്. വേറെ ഒന്നുമല്ല, ഓപ്പൺ ഷെയറിംഗ് ആണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കുറേ അധികം രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതിൽ തന്നെ പറയാൻ പറ്റിയ കുറച്ച് രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ ആദ്യമായിട്ട് പറ്റിച്ച അല്ലെങ്കിൽ അവർ അറിയാതെ ചെയ്തൊരു കാര്യം, കുറച്ച് ഫണ്ണിയായിട്ടുള്ളൊരു കാര്യം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു പെൺകുട്ടിയോട് ഷെയർ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മുതൽ അത്യാവശ്യം നല്ല നല്ല എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആ ഒരു പെൺകുട്ടിയോട് ഷെയർ ചെയ്യുക. അതായത് ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഓപ്പണായിട്ട് പറയുക. ഇതാണ് ആ ഒരു പെൺകുട്ടിയെ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഒരു 7 പോയിൻറ്റ്സ്, അതായത് നിങ്ങൾ സ്വന്തം നിങ്ങളുടെ പാർട്ട്ണറിനെ മറ്റുള്ള ഗേൾസുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക, ഡൗട്ട്സ് അടിക്കാതിരിക്കുക, എപ്പോഴും സീരിയസ് ആയിട്ടുള്ളൊരു ഫേസ് കൊണ്ട് നടക്കാതിരിക്കുക, കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കാതിരിക്കുക, വൃത്തിയില്ലാതെ നടക്കാതിരിക്കുക. എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും ആ ഒരു പെൺകുട്ടിയോടുകൂടി ചോദിച്ചിട്ട് മാത്രം അത് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് ഷെയർ ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ഗേൾസിന് പൊതുവെ പുരുഷന്മാരോട് വെറുപ്പുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളായി തന്നെ വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും, അതേപോലെ തന്നെ ഇതൊന്നും അറിയാത്ത നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കിതാ ഈ വീഡിയോ അയച്ചു കൊടുക്കാനും ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.